പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. കണ്ണൂർ DCC-യിൽ എന്തെങ്കിലും മാറ്റത്തിന് സാധ്യതകളുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? കണ്ണൂർ DCC-യിലെ മാറ്റത്തിനെ പറ്റി എന്നെ ആരും അറിയിച്ചിട്ടില്ല. ഏത് സമയം എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ് ഞാൻ. ഒരു പ്രശ്നവുമില്ല. 3.5 വർഷം 3.25 വർഷമാകുകയാണ്. ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എല്ലാം നല്ല നിലയിൽ ചെയ്തിട്ടുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ട് AICC ആണ് നിയമിക്കേണ്ടത്. അവരെപ്പോൾ നിയമിച്ചാലും സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കാൻ ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഒരു സൂചനയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നിട്ടില്ല. നമ്മളിപ്പോൾ കേൾക്കുന്നത് ഈ ചാനലിലൂടെ വരുന്ന വാർത്തകൾ നമ്മളും കേൾക്കുന്നു, ഇത്രയേ ഉള്ളൂ. KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പാർട്ടിയിൽ ഇപ്പോൾ ചർച്ചയാണോ? KPCC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ലോക്കലിൽ ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അതൊക്കെ AICC പ്രസിഡന്റും ആയി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കും. അവിടെ ഉന്നതരായ നേതാക്കന്മാർ സംസാരിക്കും. അവരൊരു തീരുമാനമെടുക്കും. ഇതിങ്ങനെ ഓരോരോ വാർത്തകൾ മാധ്യമങ്ങൾ ഓരോരുത്തരെ KPCC പ്രസിഡന്റുമാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ തന്നെ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കവിഞ്ഞ് ഒരു തീരുമാനം AICC-യുടെ ഭാഗത്തുനിന്ന് വരും. ആ വരുന്ന പേരായിരിക്കും KPCC പ്രസിഡന്റായി അംഗീകരിക്കപ്പെടുന്നത്. അത് നീട്ടിക്കൊണ്ടു പോകാതെ പുനഃസംഘടന ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ കാണുന്നത്, പുനഃസംഘടന അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ആ സാഹചര്യം അനുസരിച്ച് പെട്ടെന്ന് തീരുമാനിക്കപ്പെടുന്നതായിരിക്കും ഗുണകരം. ഇത് മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം, ഒരു വേദിയാക്കി കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ. KPCC പ്രസിഡന്റ് പട്ടികയിൽ കേൾക്കുന്ന പേര് നമ്മുടെ കണ്ണൂർ ജില്ലക്കാരനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ പേരുമുണ്ട്. പ്രാപ്തനാണോ സണ്ണി ജോസഫ് KPCC നയിക്കാൻ? സണ്ണി ജോസഫ് KPCC നയിക്കാൻ പ്രാപ്തനാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഇപ്പോൾ കേരള നിയമസഭയിൽ നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരാളാണ്. രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. DCC-യുടെ പ്രസിഡൻ്റായി ഒരുപാട് കാലം ഇരുന്ന ആളാണ്. DCC ഭാരവാഹി താഴെത്തട്ടിൽ യൂത്ത് കോൺഗ്രസ് KSU-യിലൂടെ കടന്നു വന്ന് DCC ഭാരവാഹിയായി DCC പ്രസിഡൻ്റായിട്ട് ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ഇപ്പം രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. ഓരോരോ തെരഞ്ഞെടുപ്പിലും പേരാവൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് ആകാനുള്ള എല്ലാവിധ കഴിവും ഉള്ള ഒരു വ്യക്തിത്വമാണ്. ഈ അനാരോഗ്യമുണ്ടോ കെ സുധാകരന്? അതാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ DCC പ്രസിഡന്റ്? അദ്ദേഹത്തിന് ഇടയ്ക്ക് ചില ട്രീറ്റ്മെൻറ്റും ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ വന്ന് ചികിത്സ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ നല്ല ആരോഗ്യവാനായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ KPCC-യുടെ കാര്യങ്ങളെല്ലാം ഇന്ന് കേരളത്തിലെ ഇപ്പോൾ നല്ല നിലയിലാണ് KPCC-യുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വാർഡ് കമ്മിറ്റി രൂപീകരണ പ്രക്രിയ പൂർത്തീകരിച്ച് എല്ലാ ജില്ലയിലും ഐഡൻറ്റി കാർഡ്, വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ഐഡൻറ്റി കാർഡ് വിതരണം കൃത്യമായി നടത്തപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മഹാത്മാഗാന്ധി കുടുംബ സംഘങ്ങൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം 90% പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ AICC നടത്തുന്ന എല്ലാ പരിപാടികളും കൃത്യമായി ഗുജറാത്തിൽ നടന്ന AICC അഹമ്മദാബാദിൽ നടന്ന AICC സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാ ജില്ലകളിലും അതിൻ്റെ പാസ്സാക്കുകയും അത് നിയോജകമണ്ഡലം തലത്തിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നാളെ 6-ാം തീയതി കലക്ട്രേറ്റ് മാർച്ചാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും കലക്ട്രേറ്റ് മാർച്ച്. അങ്ങനെ പാർട്ടിയുടെ ദൈനംദിന പരിപാടികളെല്ലാം കൃത്യമായി മുന്നോട്ട് പോകുന്നു. അതെല്ലാം AICC ആണ് കൃത്യമായിട്ട് കാര്യങ്ങൾ അവർ ഇതിനെപ്പറ്റി മോണിറ്റർ ചെയ്യുന്നതും കാര്യങ്ങൾ നടപ്പിലാക്കുന്ന AICC ആണ്. ഇതിന് അടിസ്ഥാനപരമായി AICC എന്ത് തീരുമാനമെടുത്താലും KPCC പ്രസിഡന്റ് എന്നതിൽ കെ സുധാകരൻ അത് അംഗീകരിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്കെന്നുള്ളതല്ല എല്ലാവർക്കുമുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു CPM-നോട് പടപൊരുതിക്കൊണ്ട്, കാരണം പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യ അജണ്ട. അത് അനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഈ സുധാകരനെ ലക്ഷ്യമിട്ട് ഒരു നേതാവ് പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണല്ലോ കെ സുധാകരൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ? കെ സുധാകരനെ ലക്ഷ്യമിട്ട് ചില നേതാക്കൾ നീങ്ങുകയാണ്. അതാണോ ഈ വിവാദങ്ങൾക്കൊക്കെ കാരണം? അല്ല, അത് ആ വിഷയം ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത്
അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് കെ സുധാകരനോട് തന്നെ ചോദിച്ച് അദ്ദേഹം തന്നെയാണ് കാര്യങ്ങൾ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടോ എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ അറിവിൽ എനിക്ക് അതിനെപ്പറ്റി അറിവിലില്ലാത്തൊരു കാര്യം, എനിക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ സണ്ണി ജോസഫിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് ആകാൻ തീർത്തും അർഹനായ ഒരാളാണ്. അദ്ദേഹം KSUയിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസിലൂടെ വന്ന് അദ്ദേഹം DCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരുപാട് കാലമുണ്ടായിരുന്നു. അദ്ദേഹം DCC പ്രസിഡൻ്റായിരുന്ന ആളാണ്. ഇപ്പോൾ അധികം രാഷ്ട്രീയകാര്യ APCCയുടെ ഏറ്റവും ഉന്നത തലമായ രാഷ്ട്രീയകാര്യ സമിതി അംഗവും പേരാവൂർ നിയമസഭയിൽ പേരാവൂർ മണ്ഡലത്തിൽ നിന്നും ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ട് വിജയിക്കപ്പെട്ട ഒരു നിയമസഭയിലെ വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിച്ച് പാർലമെൻറ്റ് പാർട്ടി ചീഫ് വിപ്പായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടും KPC പ്രസിഡന്റ് ആകാൻ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ KPC പ്രസിഡന്റ് ആകാൻ അദ്ദേഹം അർഹനാണ്. ഈ ചർച്ചകൾ ഒക്കെ തന്നെ മാധ്യമങ്ങളല്ലേ ഈ ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നത്. മാധ്യമങ്ങളിലാണല്ലോ ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഈ ആൻ്റവാനിയുടെ പേരോ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഈ സണ്ണി ജോസഫിൻ്റെ പേരോ പറഞ്ഞിട്ടുണ്ടോ? അത് സണ്ണി ജോസഫിൻ്റെ പേരും ആൻ്റവാനിയുടെ പേരും ഒക്കെ കൊണ്ടുവരുന്നതും സംസാരിക്കുന്നതും ഒക്കെ തന്നെ മാധ്യമങ്ങളാണ്. വേറെ പല പേരുകളും വന്നിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം പേരുകൾ നിങ്ങൾ കൊണ്ടുവരുന്നു. ഇത് കേൾക്കുന്ന സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നു ഈ പേരുകളൊക്കെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ന് മാറ്റുമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നാളെ മാറ്റുമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തീരുമാനം എടുക്കുമെന്ന് ആരും ഒരു AICC പറയണ്ടേ? AICC പ്രസിഡന്റോ അല്ലെങ്കിൽ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയോ ആരോടെങ്കിലും പറഞ്ഞു അടുത്ത ആഴ്ച മാറ്റുമെന്ന്? ഇല്ലല്ലോ, ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം പിന്നെ ഇതിനെ ആ ചോദ്യത്തിന് എന്താണ് പ്രസക്തി? പുനഃസംഘടന ഉണ്ടെങ്കിൽ, പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് സമയബന്ധിതമായി തീർക്കുക എന്നുള്ളതാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. അത് നടപ്പിലാക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു AICC നേതൃത്വമാണ് കോൺഗ്രസ്സിനുള്ളത്. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ രീതിയിൽ തന്നെ അത് നടപ്പിലാക്കും. അതിപ്പം സാധാരണ ഒരു വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൽ കേരളത്തിലാണെങ്കിൽ സംഘടനാപരമായി നല്ല ശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ് KPCC. അപ്പോൾ അതിനകത്തൊരു അഴിച്ചുപണി നടക്കുമ്പോൾ അത് ആരാണ് എന്താണ് എന്ന് അത് ചർച്ചകൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ മാധ്യമങ്ങളും ശ്രമിക്കുമ്പോൾ അത് പിന്നെ ഒരു ചർച്ചയായി പൊതുസമൂഹത്തിൻ്റെ അടുത്ത് എത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് കെ സുധാകരനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ. കെ സുധാകരനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾക്ക് അതൊരു വാർത്താ പ്രാധാന്യം. കാരണം അതിനകത്ത് ഉള്ള കാര്യമുള്ളൂ, ഒരു വാർത്തകൾ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവുകയും അതിനകത്ത് താല്പര്യമെടുക്കുകയും ചെയ്യാൻ മീഡിയാസിൻ്റെ ഒരു അറ്റൻഷൻ എപ്പോഴും അതിനകത്ത് ഉണ്ടാവും. കാരണം അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് പോലെ ഒരു പാർട്ടി അല്ലെങ്കിൽ CPM പോലെ ഒരു രണ്ട് വലിയ പാർട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിപ്പോൾ BJP ഇത് മാത്രമല്ലോ, BJP പ്രസിഡന്റ് കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുകൾ മാധ്യമങ്ങൾ കൊണ്ടുവന്നല്ലോ. ഒരാൾ അതിപ്പോൾ ആയത് മാധ്യമങ്ങൾ കൊണ്ടുവന്ന ആളല്ല ആയത്, പിന്നീട് ലാസ്റ്റ് പോകണം. അപ്പോൾ അതിങ്ങനെ മാധ്യമങ്ങൾ അതിൻ്റെ ഒരു ചർച്ചകൾ അതാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാധ്യമങ്ങൾ അത് അതിൽ കൊണ്ടുവരും. പക്ഷേ ആകുന്നത് ചിലപ്പോൾ അതൊന്നും അല്ലാത്ത ആളായിരിക്കും ചിലപ്പോൾ ആ രംഗത്തേക്ക് വരുന്നത് ആളാണ്. കെ സുധാകരന് പിന്നിൽ കണ്ണൂർ DCC ഉറച്ചു നിന്നു. അല്ല, കെ സുധാകരൻ്റെ പിന്നിൽ കണ്ണൂർ DCC എന്നല്ല, അത് നേരത്തെ ഉള്ളവരാണ്. ആരാണ് APC പ്രസിഡന്റ് അവരുടെ പിന്നിൽ പാർട്ടി നേതൃത്വം DCC നിൽക്കുക എന്നുള്ളത് അത് അതിൻ്റെ ഭാഗമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ച ഇപ്പോൾ ജില്ലയിലാണെങ്കിലും സംഘടനാപരമായി നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി KPCC കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, അതെല്ലാം തീരുമാനിക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതെല്ലാം തീരുമാനിക്കേണ്ടത് AICC ആണ്. എന്താണ് ഇങ്ങനെ ചർച്ച വന്നതെന്നും വ്യക്തമായി അത് പറയാൻ DCC പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കതിന് സാധ്യമല്ല. കാരണം അത് ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും AICC ആണ്. ഇങ്ങനൊരു ചർച്ച നടത്തിയോ എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ള കാര്യത്തെപ്പറ്റി ഒന്നും വ്യക്തിപരമായി എനിക്ക് അറിയുന്ന കാര്യമല്ല.
അതെല്ലാം ഈ ആൻ്റോ ആൻ്റണിയുടെ പേരൊക്കെ ആരോടാണ് പറഞ്ഞത് എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന നേതാവ് തന്നെയാണോ? അല്ലേ, ആൻ്റോ ആൻ്റണിയെ എനിക്കറിയാം. അതാ ഫോട്ടോ കണ്ടാൽ അണികൾ തിരിച്ചറിയോ എന്നുള്ളതാണ് സംശയം. അത്തരം കെ മുരളീധരൻ അത്തരം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് ഈ കെ മുരളീധരൻ ആൻ്റോ ആൻ്റണിയെ കുറിച്ചാണോ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ഉത്തരം പറയാൻ ഞാൻ അറിയില്ല. എനിക്ക് ആൻ്റോ ആൻ്റണിയെ എനിക്ക് കൃത്യമായി ആൻ്റോ ആൻ്റണി ആരാന്നറിയാം.